കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതാണ്ട എൻ്റെ പയർ മൊത്തവും മുഞ്ഞ കണ്ട കറുകറാ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പയർ വിൽക്കാൻ കയറി നോക്കി അപ്പോൾ കണ്ടതാണ്, ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അതിന് നമുക്കൊരു മരുന്നുണ്ടാക്കാം. നല്ല നാച്ചുറലായ ഒരു വിഷവും ചേർക്കാത്ത നല്ലൊരു മരുന്ന് നമുക്കുണ്ടാക്കാം. ഞാനെടുത്ത വെളുത്തുള്ളി കണ്ട ആ വെളുത്തുള്ളിയുടെ ഞാനിതിപ്പോൾ 1 ലിറ്റർ വെള്ളത്തിനുള്ളതാണ് ആക്കുന്നത്. ആ എടുത്ത ഒരു കുടം വെളുത്തുള്ളിയുടെ പകുതി എടുത്ത് നല്ലതുപോലെ ചതച്ച് അതിൻ്റെ ചാറ് വരുത്തുന്ന രീതി ചതച്ചിട്ട് അതിനെ എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കണം. വെള്ളം ഒഴിച്ച് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി ഞങ്ങളിത് വീട്ടിൽ ഞങ്ങൾക്ക് മഞ്ഞൾ കൃഷിയൊന്നുമില്ല. മഞ്ഞൾ വാങ്ങിച്ച് ഉണക്കി പൊടിക്കുന്ന പൊടിയാണ്. ആ പൊടിയിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു 5 ഗ്രാം വരുന്ന അപ്പക്കാരം സോഡാപ്പൊടി, ദോശയിലും അപ്പത്തിനുമൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി. പിന്നീട് ചേർക്കേണ്ടത്, ഞാൻ ചേർക്കുന്നത് ഹാൻഡ് വാഷ് ഒരു 5 ml സർഫ് പൊടി ചേർക്കാം. സോപ്പ് ഒരു 10 ഗ്രാമോളം ചീകിയിട്ട് വെള്ളത്തിൽ അലിയിച്ച് കട്ട സോപ്പ് തുണി കഴുകുന്ന അത് ചേർക്കാം. അപ്പം ഞാൻ ചേർക്കുന്നത് ഹാൻഡ് വാഷ് ഒരു 10-15ഓളം തുള്ളി വരുന്ന വിധത്തിൽ ഞാൻ എടുത്ത്, അപ്പം ഇതിനെ എടുത്ത് അങ്ങ് പതപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളെ പമ്പ് എള്ളായി പോവും. അപ്പം അതുകൊണ്ട് അരിപ്പിൽ അരിച്ചെടുത്ത് വേണം പമ്പിൽ ഒഴിച്ച്. 1 ലിറ്റർ വെള്ളത്തിൻ്റെതാണേ ഇത് ഞാൻ പറഞ്ഞത്. എടുത്ത് രാവിലെയോ ഒന്നീ വൈകുന്നേരമാണ് അടിക്കുന്നതെങ്കിൽ ഒരു 5-5:30 ശേഷം, രാവിലെ ആണെങ്കിൽ ഒരു 6-6:30-7 മണിക്ക് 7-7:30 അകത്ത് അടിച്ചാലും മതി. വെയിലായതിന് ശേഷം അടിക്കരുത്. എനിക്ക് ഇത്തിരി വെട്ടമായിപ്പോയി, എന്നാലും മുകളിൽ ഞാനങ്ങ് അടിച്ച്. ഞാൻ പറഞ്ഞു തരുമ്പം നിങ്ങൾ അതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ചെടി ഉണങ്ങിപ്പോകും എൻ്റെ തണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ പെട്ടെന്ന് വെയിൽ വരും. 8 മണി സമയത്താണ് ഞാൻ അടിക്കുന്നത്. വെയിലിൽ തടിക്കരുത്, രാവിലെ അടിക്കാവും. ഞാനത് കണ്ടിട്ടും ഇച്ചിരി അതിലങ്ങ് അടിച്ചതാണ്. ഇത്രയും മുഞ്ഞ പറ്റി അപ്പിയിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് നാച്ചുറലായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊരു വിഷമുള്ള ഒന്നും ചേർത്തിട്ടില്ല. അതടിച്ചിട്ട് ഇത് അപ്പോഴ് തന്നെ ഇത് ചാവും. അതിന് ഇനി നാളെ എന്തോ ചെയ്യണമെന്നറിയാം. നാളെ ഈ പമ്പിൽ 1 ലിറ്റർ വെള്ളത്തോളം എടുത്തിട്ട് ഈ വെള്ളം കൊണ്ട് ഇതിനെ അടിച്ചങ്ങ് കഴുകി ചത്തങ്ങ് പൊഴിയും. ഇത് അടിച്ച് കഴുകി കളഞ്ഞിട്ട് ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് അഥവാ ഇനി മരുന്നടിക്കുന്നെങ്കിൽ അടിക്കാവും. ഉറപ്പായിട്ടും തൈ നല്ല നിലയിൽ വരും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വരുന്നത്